ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് ഈശ്വരന്റെ കർത്താവാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ആരുണ്ടായിരിക്കണം? അപ്പൊ നമ്മൾ എല്ലാവരിലും എന്തുണ്ട്? പരിശുദ്ധ. രണ്ടാമതാണ്, പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് ഒരിക്കലും യേശു പൊട്ടയാണ്, അല്ലെങ്കിൽ തല്ലിപ്പൊളിയാണ്, പാപിയാണ്, ശപിക്കപ്പെട്ടതാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നൊക്കെ ആർക്കെങ്കിലും ഈശോ പൊട്ടയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മളിവിടെ അച്ഛന്മാരെ കുറ്റം പറയും, കന്യാസ്ത്രീ, പക്ഷെ എന്നാലും നമ്മൾ ആരും കുറ്റം പറയില്ല. യേശുവിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. ദൈവമക്കളെ, അങ്ങനെ നമുക്ക് യേശുവിനെ കുറ്റം പറയുന്ന കൂടിക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു സഭയുടെ പേര് പറഞ്ഞ ഒരു സഭയുടെ പേരാണ് 1887 അമേരിക്കയിൽ സ്ഥാപിതമായ സഭയുടെ പേരാണ് ചർച്ച് ഓഫ് ഡിബിൾ. പറഞ്ഞെല്ലാവരും ഒരു സഭയുടെ പേരാണ്. നമ്മുടെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പോലെ അവർ ചർച്ച് ഓഫ് ഡിബിൾ. അവരുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതിഗീതാണ് യേശുവിനെ ശപിക്കുക, യേശുവിനെ പ്രാവുക, യേശുവിനെ തെളിവിളിക്കുക, എന്തെല്ലാം മെച്ചത്തിൽ കർത്താവിനോട് ചെയ്യാവോ അതൊക്കെ. അതാണ് അവരുടെ ഏറ്റവും വലിയ ആരാധന രീതി. അപ്പൊ അവരുടെ ഒന്നും എന്തില്ല. അപ്പൊ എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ലോർഡ്, അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യത്തിലാണ്. അവിടെ വാഗ്ദാനം ചെയ്ത് ഉടനെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന്, ലോകം ഈ മണ്ണും മരവും ഉദ്ദേശിക്കുന്നത് ലോകത്തോട് അനുരൂപരായിരിക്കുന്ന ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം ഒഴിയിരിക്കുന്ന വ്യക്തികൾക്ക് ആർക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സാധ്യമല്ല എന്ന് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ടും ബൈബിളിലൂടെ ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്. ചില നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ജീവശ്വാസം ഊതി എന്ന് പറയുന്നില്ലേ, അത് ദൈവാത്മാണെന്ന് പറയാല്ല. അത് ദൈവാത്മാവല്ല, അത് നമ്മളുടെ ജീവനാണ് ദൈവം ഊതിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മാമോദിസയിലൂടെയാണ് നമ്മൾ ആരെ സ്വീകരിക്കുന്നത്? പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമേൽക്ക് ഹല്ലേലൂയ. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവാണെന്ന് ബോധ്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നേട്ടം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിലൂടെ ഒരു മനുഷ്യൻ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ നേട്ടം, പരിശുദ്ധാത്മാവിന്റെ ഭാഷ പറഞ്ഞ അത് എഴുതി വെച്ചിരിക്കുന്ന റോമാക്കാരിലെ 8-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. റോമ 8:14 ഇങ്ങനെയാണ് പഠിപ്പിക്കുക. എല്ലാവരും പറഞ്ഞേ, ദൈവാത്മാവ് മുഖേനെ ഒന്ന് വായിച്ച്. റോമ 8 നമ്മൾ ദൈവത്തിന്റെ മക്കളായ ദൈവാത്മാവിനാൽ, എല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. സ്ത്രീകൾ പ്രയാസപ്പെടേണ്ട, പുത്രികളോട് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോ ദൈവമക്കളായി മാറ്റുന്നത് ആര് മുഖാന്തരമാണ്? ഒരാൾ വായിച്ച്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ ദൈവാത്മാവിനെ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആരായി മാറുക. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കാൻ പോണ വിഷയമാണ്. പ്രത്യേകിച്ച് ബന്ധവസ്ഥയുടെ ദിവസങ്ങളായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ദിവസങ്ങളിൽ. ഞാൻ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ? അതെങ്ങനെയാണ് ഞാൻ ദൈവാത്മാവ് നയിക്കപ്പെടുന്നുണ്ടോ? ഇപ്പൊ നമ്മളെല്ലാവരിലും ദൈവാത്മുണ്ട് എന്ന സത്യം നമുക്ക് വ്യക്തമായി. കാരണം നമുക്ക് യേശുവിനെ ആത്മാർത്ഥമായ കർത്താവിനെ ഏറ്റു പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ ബേസിക് ആണ്. ഇനി പ്രവർത്തന നിരതമാണെങ്കിൽ നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ആ തലത്തിലേക്കാണ് നമ്മൾ പോകണം. ഒരു വ്യക്തി ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ആ വ്യക്തിക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും? അതിന് നമ്മുടെ കർത്താവ്, നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്ന മാർഗം ലൂക്കായുടെ ശേഷം 6-ാം അധ്യായത്തിന്റെ 43, 44, 45 വാക്യമാണ്. ലൂക്ക 6 വളരെ താത്വികമായിട്ട്, വളരെ മനോഹരമായിട്ട് ഒരു മനുഷ്യന് ഞാൻ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എളിയദാസരല്ല നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ലൂക്ക 6 41, 45, 46 വാക്യം. അവിടെ നമ്മുടെ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും പറഞ്ഞേ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. നല്ല വൃക്ഷം ചീത്ത ഫലവും, ചീത്ത വൃക്ഷം നല്ല ഫലവും പുറപ്പെടുപ്പിക്കുന്നില്ലല്ലോ. ഡോക്ടറെ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. ഓരോ വൃക്ഷം ഫലം കൊണ്ട് തിരിച്ചറിയും. അപ്പൊ നമ്മൾ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നെങ്കിൽ നമ്മൾ ആരുടെ ഫലങ്ങൾ ഉണ്ടായിരിക്കും? അവർക്ക് പറഞ്ഞ എല്ലാവരും സർവ്വതി പറഞ്ഞേ. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താൻ പറ്റും.
എൻ്റെ ജീവിതത്തിലെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫലങ്ങൾ ദൈവാത്മാവിന്റെ ആണെങ്കിൽ വി ആർ കൺട്രോളിംഗ് ബൈ ഹോളി സ്പിരിറ്റ്. അപ്പൊ 100% ഒക്കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഫലം പുറപ്പെടുവിച്ചില്ല എന്ത് സംഭവിക്കും? അത് ബൈബിളിലുണ്ട്. അത് താത്യമായിട്ടാണ്, അത് സ്നാപയോനാന്റെ വാക്കിലൂടെയാണ് അത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ലൂക്കായുടെ ശേഷം 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളില് സ്നാപയോനിലുള്ള ഒരു മനുഷ്യൻ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ എന്താണ് ആ മനുഷ്യൻ സംഭവിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സ്നാപയോനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കുറച്ച് വളരെ ഗൗരവത്തോടെയാണ് പഠിപ്പിക്കണേ. ദൈവമക്കളെ, യോഹന്നാന്റെ ആ വാക്ക് കേട്ടപ്പോൾ ജോർദാന്റെ ഇരുകരം പ്രഖബരം കൊണ്ടു. എന്താ യോഹന്നാൻ പറഞ്ഞെന്നറിയോ? ഇതാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഇതാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി, അണലി സന്തതികളെ ആസന്നമായി ദൈവക്രോധാത്മ കൂടി അകലുവിൻ. ഇതാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷത്തെ വെട്ടി. സഹോദര, ലൂക്ക 3-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യമാണ് ഞാൻ വെച്ചേട്ടാ. ലൂക്ക 3-ന്റെ 7, 8, 9 വായിച്ചോ. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ദൈവമക്കളെ, ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണമാണ്. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കാം, ഒരുപാട് അനുഷ്ഠാനങ്ങൾ ചെയ്തവരായിരിക്കാം, എങ്കിലും ഫലമില്ലെങ്കിൽ വെട്ടി തീരെ. ഈ പറയണ ഞാനും എനിക്കൊരു ഭാഗമാണ്. ഞാൻ എത്രമാത്രം സുവിശേഷം വലിയ കട്ടപ്പനയെന്നൊക്കെ വരണേ. ഇന്നലെ ഇവിടെ കണ്ണൂരിന്റെ അപ്പുറം പന്നിയൂരിലൊരു സ്ഥലത്തിന്റെ പേര് പയ്യന്നൂർ എന്നുള്ള സ്ഥലത്ത് നിന്നാ പയ്യാവൂരില്ല പയ്യാവൂരായിരുന്നു. അവിടെ ഇന്നലെ അവിടെ എത്തിയത്. പുലർച്ചെ എത്തിയുള്ള അവിടെ കണ്ടപ്പന പോയി. അത് കഴിഞ്ഞിപ്പോ നാളെ വൈകിട്ട് ഇനി കായലോടത്താണ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി കായൽ. ഇങ്ങനെ അത് കഴിഞ്ഞ് മറ്റന്നാ വേറെ വല്ലത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിൽ താമസ ധ്യാനുണ്ട്. ഇങ്ങനെ ഓടി സുവിശേഷ വേല ചെയ്തുകൊണ്ടൊന്നും ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഞാനും വെട്ടി. അതെല്ലാവർക്കും ബാധകമാണ്. ബൈബിളില് എന്നെ പോലെ കുറെ സുവിശേഷ വേലക്കാര് ഈശോടമ്പിൽ വരുന്ന രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. അവർ ഈശോയോട് പറയാം, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, നിരവധിയായ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തു. എവിടെയാണെന്നറിയോ? മത്തായിയുടെ ശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഞാൻ പറയണേ. മത്തായി 7:21 ഞാൻ പറയുന്ന കാര്യം കാണാൻ സാധിക്കും. അപ്പൊ ഈശോയോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവർ നരകത്തിലേക്ക് തള്ളിവിടുന്ന രംഗമാണ് എന്റെ താഴേക്ക് നമ്മൾ കാണാം. വായിച്ചു ബ്രദറെ, മത്തായി 7-ന്റെ 21-ാം വാക്യം വായിച്ചോ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. വളരെ ഒരു വാണിംഗ് ആണ് നമുക്കെല്ലാവർക്കും. നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാ ആഴ്ചകളോടെ ധ്യാനത്തിന് വരുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അനുഷ്ഠാനങ്ങളെ നീണ്ടുന്ന പട്ടികളുണ്ടല്ലോ, കുർബാന പോകുന്നുണ്ടല്ലോ, ഇതൊക്കെ നല്ലത്, ശ്രേഷ്ഠം, വളരെ കരുണയും വളരെ ശ്രേഷ്ഠം തന്നെ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസന്നിധമായി നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത ഈ പറയുന്ന ഞാനാകട്ടെ നിങ്ങളാകട്ടെ വെട്ടി. എനിക്കും ബാധകമാണ്, എല്ലാവർക്കും ഒരുപാട് ബാധകമാണ്. എത്രമാത്രം സുവിശേഷ വേല ചെയ്താലും എത്രമാത്രം വലിയ രോഗശാന്തി നടത്തിയാലും ഫലമില്ലെങ്കിൽ ഞാൻ വെട്ടി. അപ്പൊ നമ്മൾ ഈ രാത്രി നമ്മൾ അതാണ് ചിന്തിക്കാമാണ്. ഈ ഫലങ്ങൾ നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഇന്നൊട്ടുണ്ടായാൽ മതി കേട്ടോ. അപ്പൊ ഈ വർഷം തൊട്ട് പരിശുദ്ധാത്മ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകാം. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കാൻ പോണത്, നമ്മൾ ആരാൽ നയിക്കപ്പെട്ടപ്പോഴാണ് ദൈവമക്കളായി മാറിയത്? പരിശുദ്ധാത്മ. അവർക്ക് പറഞ്ഞെല്ലാവരും ഒന്നുകൂടെ ഒക്കെ പറഞ്ഞെല്ലാവരും നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആരായി മാറിയത്? നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ നമ്മളിൽ പുറപ്പെടേണ്ട ഫലം ആരുടെ ആയിരിക്കണം? പരിശുദ്ധാത്മാവിന്റെ. പറഞ്ഞെല്ലാവരും. അപ്പൊ എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലം? അടുത്ത ചിന്ത അതാണ്. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. വേറെ പല സ്ഥലത്തുണ്ട്. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന സ്ഥാനമാണ്
ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-21 വാക്യങ്ങൾ. അവിടെ ദൈവാത്മാവ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? എല്ലാവരും പറഞ്ഞ് ആത്മാവിന്റെ ഫലങ്ങൾ, സ്വരമേർത്തി ആത്മാവിന്റെ ഫലങ്ങൾ. അതിന്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്, കാരണം ഈ കാറ്റടിച്ചിട്ടുണ്ട്. അവിടെ ഭയങ്കര തണുപ്പാണ് കട്ടപ്പന ഭാഗത്തെ. പിന്നെ കുട്ടിക്കാനൊക്കെ ഭയങ്കര തണുപ്പ്. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു ഇതാണ്, കുഴപ്പമില്ല. എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ സ്വരം പോയിട്ടില്ല. അപ്പൊ അവർക്ക് പറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം: സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. വായിച്ചോ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഒരു നിയമം. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഈ 9 ഫലം ഞാൻ നിങ്ങളോ പുറപ്പെടുവിക്കുന്നെങ്കിൽ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു അവർ ലോർഡ്, നാം അബ്സല്യൂട്ട്ലി ദൈവബാധയിലാണ്. പരിപൂർണമായിട്ട് നാം ദൈവത്തിന്റെ. അപ്പൊ അതിന് മറുവശമുണ്ട്, എല്ലാത്തിനും മറുവശമുണ്ട്. ഈ ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പുറപ്പെടുപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെട്ടി തീയിലെറിയപ്പെടും. മനസ്സിലാവുന്നുണ്ട്? അതിന് അപ്പോഴേ ക്ലാരിറ്റി കിട്ടുള്ളൂ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കണം, അപ്പോഴേ അതിന്റെ റിയൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പൊ 9 പുറപ്പെടുവിക്കുന്ന 100% ദൈവബാധയിലാണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നെങ്കിൽ ദൈവമക്കളെ നാം ദൈവബാധയിൽ അല്ല. വെട്ടി എവിടെ എറിയപ്പെടും? എത്ര വലിയ സുവിശേഷ വേല ചെയ്താലും, എത്ര നീണ്ട പ്രാർത്ഥന ചെയ്താലും, എത്ര വലിയ അനുഷ്ഠാനം ചെയ്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നു, നാം വെട്ടി തീയിലെറിയപ്പെടും. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമായ വിഷയമാണത്. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ചിന്തിക്കാൻ പോണ്, ഈ 9 ഫലം നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്നൊട്ടുണ്ടായാൽ മതി കേട്ടോ. അപ്പൊ അതില് നമ്മള് ദൈവാത്മാവിന്റെ ആദ്യത്തെ ഫലമായി നമ്മൾ കാണുന്നത് ഏത് ഫലമായിട്ട് കണ്ടത്? സ്നേഹമാണ്. പറഞ്ഞെല്ലാവരും ഇനി നമ്മൾ സ്വയം വിലയിരുത്താൻ പോകണം. ഈ 9 ഫലം നമ്മളുണ്ടോ? നമ്മൾ വിലയിരുത്താം. ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇന്നൊട്ടുണ്ടാവണം കേട്ടോ. അത്രയും നമ്മൾ വേണ്ടു. തളരൊന്നും വേണ്ട. നമ്മുടെ കർത്താവിലൂടെ സമ്പൂർണമായ വിടുതൽ നമുക്കുണ്ട്. എല്ലാ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മുടെ ദൈവം സദാ തൽപരനായിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ കുറവുകൾ കണ്ട് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ബൈബിൾ കാണുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? രക്ഷിക്കുന്ന ദൈവമാണ്. പറഞ്ഞെല്ലാവരും. പക്ഷെ അതോടൊപ്പം തിരുത്തൽ അവിടുന്ന് ആഗ്രഹിക്കുന്നു. തിരുത്തൽ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ വീഴ്ചകൾ ഉണ്ടാകാം. മനുഷ്യ നെട്ടോട്ടത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കുകയാണ്, ഈ 9 ഫലം നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ ഇന്നൊട്ടുണ്ടാവണം. അതിൽ 1ാമത്തെ ഫലമാണ് സ്നേഹം. ദൈവമക്കളെ, ലോകത്തിൽ ഒരുപാട് സ്നേഹമുണ്ട് അല്ലേ? ഇതിലേത് സ്നേഹം നമ്മളുണ്ടാകേണ്ടത്? എല്ലാവരും പറഞ്ഞേ. ലോകത്തിൽ കുറെ സ്നേഹം. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം, അപ്പനും മക്കളോട് സ്നേഹം, നമുക്ക് വളർത്തുമ്പോഴോട് സ്നേഹം, ചിലർക്ക് പണത്തോടുള്ള സ്നേഹം, കാമുകി കാമന്മാരുടെ ഒരുപാട് സ്നേഹമുണ്ട്. ഇതിലേത് സ്നേഹം നമ്മളുണ്ടാകണം? അവർക്ക് പറഞ്ഞേ. നമ്മളൊക്കെ പറഞ്ഞ എല്ലാവരും ദൈവസ്നേഹം ദൈവത്തിലുണ്ടായാൽ പോരെ? നമ്മളുണ്ടാകേണ്ട ആവശ്യമുണ്ടോ? ഇതിന് നമ്മളുണ്ടാകേണ്ട ദൈവത്തിലുണ്ടായാൽ പോരെ? പിന്നെ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ദൈവസ്നേഹം നമ്മളുണ്ടാകുന്നുണ്ടോ? ദൈവത്തിന്റെ അത് ഇന്നർ ഇമേജാണ്. നമ്മളൊരാൾ ഒരുപാട് പേര് ഇതൊന്നും ദൈവത്തിന്റെ രൂപമല്ല, ഇതാണെന്നൊന്നും ദൈവത്തിന്റെ രൂപമല്ല. നമ്മുടെ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിന്റെ ഛായ. വെരി ഗുഡ്. പക്ഷെ അതുകൊണ്ട് ദൈവസ്നേഹം നമ്മളുണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവസ്നേഹം നമ്മളുണ്ടാകേണ്ട ആവശ്യകത? ഒന്ന് ആലോചിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളുണ്ടാകേണ്ട ആവശ്യം? ദൈവം നമ്മുടെ ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് ലോകാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാറില്ലേ? ലളിതമാണ്. വളരെ ക്രിസ്ത്യാനിത വളരെ ലളിതമായ ക്ലാരിറ്റി ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകേണ്ട ആവശ്യം? എന്താണ്? ദൈവമക്കളായതുകൊണ്ട്. പറഞ്ഞെല്ലാവരും ആരാണ്? അപ്പന്റെ സ്വഭാവം ആർക്കുണ്ടാവും? ഇത്രേ ഉള്ളൂ. PhD എടുക്കാനൊന്നുമില്ല. നാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പന്റെ സ്വഭാവം ആർക്കുണ്ടാവും? അല്ലേ? കോഴിക്ക് അതിന്റെ സ്വഭാവം ഉണ്ടാവും. കോഴി താനാണ് മുട്ടയിടോ? കോഴിയുടെ സ്വഭാവം. മുറുകമാമന് അതിന്റെ സ്വഭാവം ഉണ്ടാവും. ജനിച്ച് ഒരു ദിവസമായാലും അത് കഴിച്ചെന്നുണ്ടാവും, വിഷമുണ്ടാവും. അതിന്റെ സ്വഭാവം ഉണ്ടാവും. ദൈവമക്കളെ എന്ന് പറഞ്ഞ പോലെ നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ അപ്പന്റെ സ്വഭാവം നമ്മളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട സ്നേഹം ആരുടെ സ്നേഹമാണ്? ലോകത്തിൽ ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹങ്ങളൊന്നല്ല നമ്മൾ വേണ്ടത്. ദൈവമക്കൾ നമ്മളുണ്ടാകേണ്ട സ്നേഹം ദൈവസ്നേഹമാണ്. പറഞ്ഞെല്ലാവരും